മരുന്ന് ഞാൻ ഇന്നലെ കുടിച്ച അതേ മരുന്ന്. നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അമ്മ കുറച്ച് മാത്രമേ തന്നിട്ടും. ഓറഞ്ചിന്റെ ടേസ്റ്റാ. കുടിക്കല്ലേ? ഹായ്, കുടിക്ക്. നമുക്ക് കുടിക്കാം. കുടിക്ക്. ഹായ്, സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇത് പകുതിയും കുടിച്ചു ഞാൻ. സൂപ്പർ. അയ്യോ മോളെ, ഇതെന്താ നീ ഒറ്റ അടി ഞാൻ വെച്ചിരുന്നു. ഞാൻ ഇങ്ങനെ മരുന്നെടുത്ത് കുടിക്കില്ല. അയ്യോ, ഇതിന്റെ പകുതി മരുന്ന് നീ കുടിച്ചോ? ഷൂ, ഇനിയിപ്പൊ എന്താ ചെയ്യാ? അയ്യോ, എന്റെ മോക്ക് എന്തെങ്കിലും പറ്റോ? അയ്യോ, ഞാനൊന്ന് ഡോക്ടറെ വിളിക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ടായിന് അമ്മേ. അതല്ലേ ഞാൻ കുടിച്ചിന്. നല്ല രുചി ഉണ്ടായിന്. ഓറഞ്ചിന്റെ ടേസ്റ്റാ ഉണ്ടായത്. നല്ല രുചി. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. അല്ലെങ്കിൽ നിനക്ക് മരുന്ന് കുടിച്ചാ കൊണ്ട് വായിൽ ഒഴിച്ചെന്നല്ലേ നീ കുടിക്കൂലല്ലോ. അല്ലെങ്കിൽ എന്റെ ദൈവമേ, ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാ? അല്ലെങ്കിൽ നീ ഒരു മുട്ടായി വരെ തിന്നാൽ വായിൽ വിട്ടെന്നല്ലേ നീ തിന്നില്ലല്ലോ. എന്റെ ദൈവമേ, ഞാനിപ്പോ എന്താ ചെയ്യാ? ഓറഞ്ചിന്റെ ടേസ്റ്റ് പോലും. ഓറഞ്ചിന്റെ ടേസ്റ്റ് ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഞാൻ ഡോക്ടറെ ഒന്ന് വിളിക്കട്ടെ. ഡോക്ടറെ വിളിക്കണ്ട, ഡോക്ടറെ വിളിക്കണ്ട, ഡോക്ടറെ വിളിക്കണ്ട. ഡോക്ടറെ വിളിച്ചാലോ ഫോൺ എടുക്കുന്നില്ലല്ലോ. വേറെ ഡോക്ടറെ വിളിച്ചോക്കാം. ആ, ഹലോ ഡോക്ടറെ, ഞാനിവിടെ പനിയുടെ മരുന്ന് വെച്ചിരുന്നു പുറത്ത്. അത് കുഞ്ഞ് അല്ലെങ്കിൽ മരുന്നൊന്നും കഴിക്കലില്ല. ഇപ്പം അറിയാണ്ടെടുത്ത് ഓൾ ഒരുപാട് അങ്ങ് കഴിച്ചു പോയി. പകുതി മരുന്നും കുടിച്ചു. ഇനിയിപ്പം ഞാൻ എന്താ ചെയ്യുക? അയ്യോ, പെട്ടെന്ന് വരണോ? ആ, ഓക്കെ ഓക്കെ, ഞാനിപ്പോൾ തന്നെ വരാം. വേഗം ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു. വാ, നമുക്ക് പോകും. അമ്മ വയറ് വേനക്കുന്നു. അമ്മ വയറ് വേനക്കുന്നു. അയ്യോ, വാ, വേഗം ഹോസ്പിറ്റലിൽ പോവാം. അല്ലെങ്കിൽ അത് കൊടുത്താലും മരുന്ന് കഴിക്കില്ല. വായിൽ മൂക്കൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടൊക്കെ കൊടുക്കല്. ഇപ്പം എന്തോ അബദ്ധം പറ്റിപ്പോയതാണ്. പെട്ടെന്ന് ഞാൻ കുളിക്കാനും പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് അവളെ എടുത്ത് കഴിച്ചത്. അല്ലെങ്കിൽ അവൾ മരുന്ന് കഴിക്കലേ ഇല്ല. പെട്ടെന്ന് എന്ത് പറ്റിയെന്ന് അറിയില്ല. ഡോക്ടർ എന്തെങ്കിലും ചെയ്യണം പ്ലീസ്. ഓക്കെ ഓക്കെ, നിങ്ങൾ കൂളാവോ, ടെൻഷൻ ആവാണ്ടിരിക്കും. പക്ഷെ നിങ്ങളുടെ തെറ്റാണിത്. കാരണം കുട്ടിയുടെ അടുത്ത് ഇങ്ങനെ കിട്ടുന്ന സ്ഥലത്ത് മരുന്നൊക്കെ വെച്ചാൽ അവർ ഓട്ടോമാറ്റിക്കായി എടുത്ത് കഴിക്കും. കാരണം അവർക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ആയിരിക്കും ഇപ്പോൾ മരുന്നൊക്കെ വരുന്നത്. ഓറഞ്ച്, പൈനാപ്പിൾ, അവർ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഫ്ലേവറോട് കൂടിയിട്ടുള്ള മരുന്നാണ് വരുന്നത്. സോ നിങ്ങളാണ് അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം. നിങ്ങൾ ഫാമിലിയാണ് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത്. മരുന്ന് കഴിച്ചതിന് ശേഷം കുട്ടികളുടെ അടുത്ത് നിന്ന് മാറ്റി വെക്കുക. അവരുടെ കൈ എത്താത്ത വിധം നിങ്ങൾ മരുന്ന് എടുത്ത് വെക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുള്ളതാണ്. സോ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പം ഞാൻ വേറെ ഒരു നിവർത്തിയുള്ള ട്യൂബ് മൂക്കിലേക്ക് കൂടി ഇട്ട് നമ്മുടെ വയറ്റിലേക്ക് എത്തിച്ചിട്ട് അവിടുന്ന് നമ്മുടെ മരുന്നൊക്കെ എടുത്ത് ക്ലീൻ ചെയ്യും. കാരണം വേറെ വഴിയില്ല. കിഡ്നിക്കും അതുപോലെ തന്നെ ലിവറിനൊക്കെ ഇത് പ്രോബ്ലം വരും. സോ ഞാനിപ്പോഴത് ചെയ്യാം. നിങ്ങൾ വിഷമിക്കാണ്ടിരിക്കും. ഒന്നും കുട്ടിക്ക് ഒന്നും സംഭവിക്കില്ല. പക്ഷേ ഇത്തരത്തിലുള്ള അപകടം പിടിച്ച സംഭവങ്ങൾ നിങ്ങൾ ഇനി വെച്ച് വെക്കാതിരിക്കുക. കുട്ടികളുടെ ദൂരത്ത് നിന്ന് ഈ മരുന്നൊക്കെ കൊടുത്തതിന് ശേഷം മാറ്റി വെക്കേണ്ടത് ശ്രദ്ധിക്കുക. സോ കൂളാവും. ഞാൻ ഇപ്പോൾ വരാം. മരുന്നൊക്കെ ഞാൻ അടച്ചു വെച്ചതുമാണ്. പെട്ടെന്ന് ഞാൻ ഇവിടെ മൂടി തുറക്കുന്നൊന്നും വിചാരിക്കുന്നില്ലല്ലോ. എന്തോ അബദ്ധം പറ്റിയതാ. അല്ലെങ്കിൽ മരുന്ന് കഴിക്കലില്ല അവള്. ഡോക്ടർ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം പ്ലീസ് ഡോക്ടർ. ഓക്കെ, നിങ്ങൾ വിഷമിക്കാണ്ടിരിക്കുക, കരയാണ്ടിരിക്കുക, ഒന്നും പറ്റത്തില്ല. പക്ഷേ നിങ്ങൾ ഈ കുട്ടികൾ കാണുന്ന സ്ഥലത്ത് മരുന്ന് ഇങ്ങനെ അടപ്പൊന്നും ഇല്ലാണ്ട് വെക്കാൻ പാടില്ല. മരുന്ന് അടപ്പിട്ട് വെച്ചാലും ഇപ്പോഴത്തെ 2.5 വയസ്സെന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ചെയ്തിട്ട് അവർ കഴിക്കും. കാരണം ഇപ്പോൾ വരുന്ന മരുന്നൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നല്ല ഫ്ലേവറോട് കൂടിയിട്ടുള്ളതാണ്. ഓറഞ്ച്, അതുപോലെ തന്നെ പൈനാപ്പിൾ, അവർക്ക് ഇഷ്ടപ്പെടുന്ന ഫ്ലേവറോട് കൂടിയിട്ടുള്ള ടാബ്ലറ്റും മരുന്നൊക്കെയാണ് വരുന്നത്. സോ അവരുടെ മുന്നിൽ നിന്ന് നിങ്ങൾ മരുന്നൊക്കെ മാറ്റി വയ്ക്കേണ്ടത് നിങ്ങളുടെ അമ്മമാരുടെയും ഫാമിലിയുടെയും ഉത്തരവാദിത്തമാണ്. കാരണം കുട്ടികൾക്ക് ഇതൊന്നും അറിയത്തില്ല. ഇത് മരുന്നാണ് അല്ലെങ്കിൽ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കതൊന്നും മനസ്സിലാവില്ല. കാരണം അവരെ ഫ്ലേവർ നോക്കിയിട്ട് അങ്ങ് കഴിക്കുന്നതാണ്. ഇപ്പോഴത്തെ ഒട്ടുമിക്ക കുട്ടികളും ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ കാണിക്കുന്നുണ്ട്. ഫാമിലി കാരണം നല്ലോണം സപ്പോർട്ട് ചെയ്യുക, അവരെ നോക്കുക കേട്ടോ. അപ്പം നിങ്ങൾ വിഷമിക്കാണ്ടിരിക്കുക. നമുക്ക് ട്യൂബ് ഇടാം, വയറ്റിലേക്ക് ട്യൂബ് ഇടാം മൂക്കിൽ വഴി. എന്നിട്ട് നമുക്ക് ആ മരുന്നൊക്കെ എടുത്ത് കളയാം. അല്ലെങ്കിൽ നമ്മുടെ കിഡ്നി ബാക്കിയുള്ള അവയവങ്ങളൊക്കെ ബാധിക്കുക. അപ്പം ഞാൻ വേഗം ട്യൂബ് ഇട്ടിട്ട് ഓക്കെ ആക്കി തരാം. നിങ്ങൾ വിഷമിക്കാണ്ടിരിക്കും കേട്ടോ. അപ്പോൾ കുട്ടി ഓക്കെ ആയിട്ടുണ്ട്. ഇനിയുള്ള ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ നിങ്ങൾ ചെയ്യാണ്ടിരിക്കുക. കാരണം എന്തെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറോട് കൂടിയിട്ടുള്ള മരുന്നാണ് ഇപ്പോൾ ഇറക്കുമതിയൊക്കെ ചെയ്യുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ പൈനാപ്പിൾ, ഓറഞ്ച് അങ്ങനെയുള്ള ഇഷ്ട ഫ്ലേവറോട് കൂടിയിട്ടുള്ള അവർക്ക് കഴിക്കാൻ പറ്റുന്ന മരുന്നുകളാണ് വരുന്നത്. അവർ ആ ഒരു ഫ്ലേവറിൻ്റെ ഇത് അടിസ്ഥാനത്തിൽ
അവർ കഴിക്കും. ചില കുട്ടികൾ മരുന്ന് കഴിക്കുന്നില്ല വെച്ചാൽ വെറുതെ വെച്ചെടുക്കുന്നത് കണ്ടാൽ അവർ വേണമെങ്കിൽ എടുത്ത് കുടിക്കും. കുട്ടികളുടെ സ്വഭാവം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സ്വഭാവങ്ങളാണ് അവർ കാണിക്കൽ. സോ നിങ്ങൾ അവരുടെ അടുത്ത് നിന്ന് കൊടുത്തതിന് ശേഷം അടപ്പിട്ട് ദൂരെ മാറ്റി വെക്കാൻ ശ്രദ്ധിക്കുക. സോ നിങ്ങളുടെ കുട്ടികളെ സംരക്ഷിക്കേണ്ടതും നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഓർക്കുക. ഞാൻ അമ്മ തരാണ്ട് മരുന്നൊന്നും കുടിക്കൂല. അമ്മ തന്നാലേ കുടിക്കൂലു.